ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 36.2 കോടി രൂപ വകയിരുത്തുന്നു. മാറിവേനസ് മ്യൂസിയത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പുരാരേഖ പഠന ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ സംസ്ഥാന പുരാരേഖ വകുപ്പ് കേരള സർവകലാശാലയെ സഹകരിച്ച് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രവും അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രവും സ്ഥാപനവും സജ്ജമാക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആധുനിക സ്ഥാപനം പുരാരേഖ പഠന മേഖലയിലെ ആശയവിനിമയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായികവും യുവജന ക്ഷേമവും. ഈ സർക്കാർ ഉയർന്ന മുൻഗണന നൽകി വരുന്ന മേഖലകൾ ഒന്നാണ് കായികവും യുവജനകാര്യവും. കായിക യുവജനകാര്യ വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ സർ 51.90% വർധനവ് വരുത്തിക്കൊണ്ട് 220.86 കോടി രൂപ വകയിരുത്തുന്നു. കായിക അടിസ്ഥാന സൗകര്യ വികസനം. പുതിയ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനായി 30.5 കോടി രൂപ വകയിരുത്തുന്നു. ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 28 വിഹിതം വർദ്ധിപ്പിച്ച് 28 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2036 ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കാൻ അത്ലറ്റുകളെ സജ്ജമാക്കുക എന്ന ദീർഘകാല ദർശനത്തോടെ കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് കോളേജ് സ്പോർട്സ് ലീഗ്. മത്സര കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ ജീവിതാനുഭവങ്ങൾ നൽകുക എന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്രീയ അത്ലറ്റുകൾ പിന്തുണയും ആധുനിക വൈദ്യ സഹായവും നൽകുന്നതിനായി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് 6.9 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർ പാരാ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും. ഇതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്തെ GV ജയരാജ സ്പോർട്സ് സ്കൂളിന് 17 കോടി രൂപയും കണ്ണൂർ സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ സ്പോർട്സ് സ്കൂളിന്റെ സൗകര്യത്തിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള കായിക അക്കാദമികളുടെ സ്ഥാപനത്തിനും ചെലവുകൾക്കായിട്ട് 17 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹകരിച്ച് താഴെത്തട്ടിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലെ കായിക സൗകര്യങ്ങൾ ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂരിലെ ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ്ബ് ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോജിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും FIH നിലവാരമുള്ള ഹോക്കി അരീനയും ഒരു ഷോപ്പിംഗ് മാളും 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. 4 സ്റ്റാർ ഹോട്ടൽ ഇതിൽ ഉൾപ്പെടും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ പദ്ധതിക്കായിട്ട് പരിശോധിക്കുന്നതാണ്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിക്കുന്നതിന് കേരള സ്പോർട്സ് കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റ് വിവിധ മാർഗങ്ങളിൽ നിന്നും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ ലക്ഷ്യമിടുന്നു. PP മോഡലിൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊജക്ട് മോഡലിൽ വിവിധ കായിക വികസന പ്രവർത്തനം നടത്താനായിട്ട് സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് 45.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക സംസ്കാരം വികസിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് 12 കോടി വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 7.4 കോടി രൂപ അധികമാണ്. സർ, കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് യുവജനക്ഷേമ ബോർഡിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേവികുളം നാഷണൽ അഡ്വഞ്ചർ അക്കാദമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും. കേരളത്തിന്റെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളോട് കിടവയ്ക്കുന്ന മികച്ച തരത്തിൽ ശ്രദ്ധേയമായതാണ്. മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം എന്ന പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നും പ്രകൃതിയുടെ പരിസ്ഥിതിയുടെയും നിലനിൽപ്പിനെ കൂടി പരിഗണിക്കുന്ന പൊതുവായ പ്ലാനറ്ററി ഹെൽത്ത് എന്ന വിശാലമായ ലക്ഷ്യത്തേക്ക് 13-14 പഞ്ചവത്സര പദ്ധതിയിലൂടെ മാറിയ കേരളം ചികിത്സാ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം തന്നെ ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികളെ ശക്തിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകി. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. സർ, ലോകമെമ്പാടുള്ള മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളിൽ ഒന്നാണ് ന്യൂമോണിയ. പ്രായമായവരിൽ, പ്രത്യേകിച്ച് ചില വിട്ടുമാറാത്ത രോഗാവസ്ഥകളുള്ളവരിൽ ന്യൂമോകോക്കൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കേരളത്തിലെ വയോധികർക്കിടയിൽ ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, BPL കുടുംബങ്ങളിലെ 60 വയസ്സും അതിനും കൂടുതലുള്ള പ്രായമുള്ള വ്യക്തികളെയാണ് ഈ പരിപാടി പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഈ പരിപാടിക്കായി 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് തല ആശുപത്രികളിലും
ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. അങ്ങനെ താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനായി 14.2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 30 കോടി രൂപ, RCCക്ക് 90 കോടി രൂപ, മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് 30 കോടി രൂപ, ജില്ലാ താലൂക്ക് ആശുപത്രിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ ക്യാൻസർ ഉൾപ്പെടെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി 203 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ എല്ലാ മേഖലയിലും നല്ല കാര്യം സാരമായ വർധന വരുത്തിയിട്ടുണ്ട്. സർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പദ്ധതിയിൽ 6.5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 42.09 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് സർക്കാർ എംപാണ്ട് സ്വകാര്യ ആശുപത്രി വഴി സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അതിൽ വരുമാന പരിധി കണക്കിലെടുക്കാതെ എല്ലാ ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു. സാർ, ഈ പദ്ധതിക്കായിട്ട് 900 കോടി രൂപ നീക്കിവെക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 200 കോടി രൂപ അധികമാണ് സാർ ഈ വർഷം മാറ്റിവെക്കുന്ന വിഹിതം. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 12 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ അടങ്കൽ 27.6 കോടി രൂപയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2.25 കോടി രൂപയും ഔഷധിക്ക് 2.3 കോടിയും ഹോംബോയ്ക്ക് 1 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, ആധാർ മിഷന്റെ 2ാം ഘട്ടം സുസ്ഥിരമാക്കുന്നതിനായി 70.92 കോടി രൂപ വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണത്തിനായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യ സേവന വകുപ്പിനും ഈ മേഖലയ്ക്ക് 3.10 കോടി കൊടുക്കുന്നു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും പാരാമെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളുടെയും നിർമ്മാണത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. DHSന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കാത്തിലാബ് ICU സ്ഥാപിക്കുന്നതിന് 7 കോടി രൂപ മാറ്റിവെക്കുന്നു. ഗോത്ര തീരദേശ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ആശുപത്രികളുടെയും ആരോഗ്യ സംരക്ഷണ ഭവനങ്ങളുടെയും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന 13 കോടി രൂപ മാറ്റിവെക്കുന്നു. DMAയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന വിഹിതം 259.93 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 77.13 കോടി രൂപയാണ്. സർ, ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ പദ്ധതിക്കായിട്ട് 57.09 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ആയുർവേദ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിലെ പുതിയ സർക്കാർ ആയുർവേദ കോളേജിന് അഡീഷണൽ ആയിട്ട് 1.5 കോടി രൂപ കൂടി വകയിരുത്തുന്നു. സർ, വേദന സാന്ത്വന വയോജന ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. പകർച്ചവ്യാധി നിയന്ത്രണം എന്ന പദ്ധതിക്ക് 12 കോടി രൂപയും സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളായി 13 കോടി രൂപയും വകയിരുത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രികളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കനൂർ പദ്ധതിക്ക് 108 ആംബുലൻസ് പദ്ധതിക്ക് 38 കോടി രൂപ, പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സർ, ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാഷണൽ ഹെൽത്ത് മിഷന്റെ വിവിധ ഘടകങ്ങൾക്ക് 40% സംസ്ഥാന വിഹിതമായി 465.220 കോടി രൂപ വകയിരുത്തുന്നു. PM അഭീം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിഹിതമായി 25 കോടി രൂപ വെക്കുന്നു. മൃതസഞ്ജീവിനി മറ്റിടങ്ങളിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത നിരവധി നിർധന രോഗികൾ ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. മൃതസഞ്ജീവിനി പദ്ധതിക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഗ്രാമീണ കുടിവെള്ള വിതരണം. സർ, ജൽജീവൻ മിഷൻ പദ്ധതി മറ്റ് വിവിധ സംസ്ഥാന പദ്ധതികളും വഴി ഗ്രാമീണ ജനതയ്ക്ക് സുരക്ഷിതമായ പൈപ്പ് വെള്ളം കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ ജനസംഖ്യ 65.22% പേർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സേവനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ 659.57 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആകെ കൂടി വരുന്ന ചെലവ് 2240 കോടി രൂപയായിരിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത 3750 കോടി രൂപ ഉൾപ്പെടെ ആകെ 9783.28 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. സർ, ഇതിന്റെ വിവിധ മേഖലകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് 11.56 കോടി രൂപയും നൂതന ആധുനിക സാങ്കേതിക മാനേജ്മെന്റ് സംബന്ധിച്ച് ജലവിതരണ മേഖല പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന 58 കോടി രൂപയും ഗ്രൗണ്ട് വാട്ടർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് 21 കോടി രൂപയും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 31 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത ജലനിധി പദ്ധതിക്ക് 32.35 കോടിയും വകയിരുത്തുന്നു. ഗ്രാമീണ മലിനജല നിവാരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് 70 കോടി രൂപ പൂർത്തീകരിക്കുന്നു. നിലവിലുള്ള പദ്ധതികൾ ജലവിതരണ സേവനം ഇല്ലാത്തതോ മതിയായ സേവനം ലഭ്യമല്ലാത്തതോ പ്രദേശങ്ങളിലെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് നിലവിലുള്ള പൂർത്തീകരിക്കുന്ന 24 കോടി രൂപ മാറ്റിവെക്കുന്നു. പഴക്കഞ്ഞ പൈപ്പ് ലൈനുകൾ മാറ്റിവെക്കുന്ന നവീകരണ പദ്ധതിക്കായിട്ട് 48 കോടി രൂപ മാറ്റിവെക്കുന്നു. ഭൂഗർഭ ജല റീചാർജിങ് മഴവെള്ള സംഭരണം പദ്ധതിക്കായിട്ട് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഭവന നിർമ്മാണം. ലൈഫ് മിഷൻ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത ഗുണഭോക്താക്കളെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ EWS LIG വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് സബ്സിഡി നൽകുന്നതിനായി 33.19 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വീടുകളും ഘട്ടം ഘട്ടമായി പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ MN ലക്ഷം വീട് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ ശിശു വകുപ്പിന്റെ തന്റെ ഇടം പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു.
കേരള നിർമ്മിതി കേന്ദ്രം നൂതന സാങ്കേതിക വിദ്യകൾ ഉറപ്പാക്കുന്നതിന് കേരള നിർമ്മിതി കേന്ദ്രത്തിന് നേരെയുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയിൽ അത്യാധുനിക ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 13.25 കോടി രൂപ വകയിരുത്തുന്നു. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായിട്ട് 24 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും സർ, കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ തൊഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി ക്ഷേമ മേഖലകൾക്കായി 950.89 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പദ്ധതി വിഹിതത്തിൽ 436.45 കോടി രൂപയുടെ 84.83% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. സാർ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലും എറണാകുളത്ത് ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതത്വവും നിലവാരവുമുള്ള താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ITR പാർക്കുകൾ നൽകുന്ന സ്ഥലത്ത് IT ജീവനക്കാർക്കുള്ള ഹോസ്റ്റൽ നിർമ്മിക്കുന്നു. പ്രാഥമികമായിട്ട് ആദ്യഘട്ടമായി ഇതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത മേഖലയായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൗശല നിർമ്മാണം തുടങ്ങിയ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് 107 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി കേരളത്തിലെത്തുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഈ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 5.75 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തിന്റെ നൈപുണ്യ വികസന മിഷനായ കേസിനെയാണ് വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് കേസിന് 36 കോടി രൂപ വകയിരുത്തുന്നു. സർ, ITകളിലെ പരിശീലനത്തിന്റെ ഗുണനിലവാരവും അക്കാഡമികവും ഉറപ്പാക്കുന്നതിന് പുതിയ ITകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 44.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശരണ്യ പദ്ധതിക്കായിട്ട് 17.5 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള കൈവല്യ പദ്ധതിക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രവാസികളുടെ മേഖലയിൽ കേരളത്തിലേക്ക് കൂട്ടമായി വരുന്ന പ്രവാസികളുണ്ട്. നോർക്ക റൂട്ട്സിൽ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മടങ്ങി വന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ ഉപജീവനമാർഗ്ഗം ഉറപ്പാക്കി അവരെ പുനരധിവസിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 35 കോടി രൂപ വകയിരുത്തുന്നു. റെസിഡന്റ് കേരളൈസ് വെൽഫെയർ ബോർഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് 18 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക ക്ഷേമ ബോർഡ് വഴി നടപ്പാക്കുന്ന പ്രവാസി ഡിവിഡൻഡ് സ്കീം പദ്ധതിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. ലോക കേരള സംഘം സംഘടിപ്പിക്കുന്നതിന് ലോകം കേരളം ഓൺലൈൻ, ലോക കേരള കേന്ദ്രം, ലോക മലയാള കേന്ദ്രം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് 7.3 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം മുൻകിൽ നിർത്തി ആഗോള കേരള സാംസ്കാരിക ഉത്സവം നടത്തുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി ക്ഷേമം മേഖലയ്ക്കായിട്ട് 209.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനകത്ത് വിവിധ പദ്ധതികളുണ്ട്. അൻപ് പോലെയുള്ള പുതിയ പദ്ധതികൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രാദേശിക തലത്തിൽ തന്നെ പരിചരണം നടപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്നതാണ്. അൻപ് എന്ന ഈ പുതിയ പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംയോജിച്ചുകൊണ്ടുള്ള മാതൃകയിലാണ് നടപ്പാക്കുക. കിടപ്പിലായ രോഗികൾ, കഠിനമായ ശാരീരിക വൈദ്യുതികൾ നേടുന്നവർ, വയോധികർ, ക്യാൻസർ രോഗികൾ എന്നിവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം 600 രൂപയായിരുന്നു സാർ. നിലവിൽ ധനസഹായം 600 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ച നിരക്കിൽ ധനസഹായം നൽകുന്നതിന് ആശ്വാസകിരണം പദ്ധതികളുടെ വിഹിതം 50 കോടി രൂപയിൽ നിന്നും 100 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ ഏർലി ഇന്റർവെൻഷൻ, പുനരധിവാസം, പരിശീലനം,